നമസ്തേ. എൻ്റെ പേര് വിജയൻ. തൃശ്ശൂർ സ്വദേശിയാണ്. പ്രോപ്പർ തൃശ്ശൂർ. 61 വയസ്സായി. ഞാൻ ഒമാനിൽ വർക്ക് ചെയ്യുന്നു. ഇപ്പോഴും ഒമാനിലാണ് വർക്ക് ചെയ്യുന്നത്. എനിക്ക് വളരെ ചെറുപ്പം മുതലേ വായിൽ പുണ്ണ് വരാറുണ്ട്. അത് വന്നാൽ ഒരു 2-3 ആഴ്ച പിടിക്കും. അതിൽ പഴുത്ത് വ്രണമായി, പിന്നെ ആൻറ്റിബയോട്ടിക് ഗുളിക ചെയ്യേണ്ടി വരും. അങ്ങനെ എല്ലാ മാസവും എന്ന് പറഞ്ഞ് വരും. ഈ ആയുർവേദം കഴിച്ചു നോക്കി. മകൾ ആയുർവേദ ഡോക്ടറാണ്. ഹോമിയോ മരുന്ന് കഴിച്ചു. ഇതെല്ലാം കഴിച്ചാലും ഒരു 2 ആഴ്ച നിൽക്കും. പിന്നെയും അടുത്ത മാസം വരും. നമ്മുടെ ചുവന്ന മുളക് കൂടുതൽ കറിയിൽ കൂട്ടി കഴിഞ്ഞാൽ പെട്ടെന്ന് വരും. അതിപ്പോൾ ഒരു മാസം തന്നെ നിൽക്കണമെന്നില്ല, പിറ്റേ ദിവസം മുതലേ വരും. ഇങ്ങനെ കൂടുതലായിട്ട് ഇനി ഞാൻ വിചാരിച്ചു ഇനി എന്നെയും കൊണ്ടേ പോവുള്ളൂ ഈ അസുഖം. ആ ജീവിതത്തിൽ അത് മാറില്ല എന്നുള്ള ഇതിൽ. അപ്പോൾ പല ഡോക്ടർമാരും പറഞ്ഞു ടെൻഷൻ കൊണ്ടാണ് വരുന്നത്, ഇതുകൊണ്ട് ജോലിയുടെ ഭാരത്തിലായിരിക്കാം. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ നമ്മുടെ നാരായണ മാഷയുടെ യൂട്യൂബ് ചാനലിൽ യൂറിൻ തെറാപ്പിയെ പറ്റിയിട്ട് കാണുന്നത്. അത് കുറേ ഡെയിലി ഞാൻ കാണും. ഇത് പല ഇതിലുള്ള ഇത് മാഷിടുന്നത്. അങ്ങനെ ഒരു പ്രാവശ്യം അസുഖം വന്നപ്പോൾ ഞാൻ ഈ യൂറിൻ വൈകിട്ട് കഴിച്ചു തുടങ്ങി. രാവിലെയും വൈകിട്ടും കഴിക്കും. അങ്ങനെ 2-3 ദിവസം കുറച്ച് ബുദ്ധിമുട്ട് തോന്നി കഴിക്കാനായിട്ട്. പിന്നെ അസുഖത്തിനെ നോക്കുമ്പോൾ കഴിക്കുക. അങ്ങനെ കഴിച്ച് പിന്നെ അത് ഒരു ശീലമായി മാറി. ദിവസം ഇപ്പോൾ 2 വർഷമായിട്ട് ഞാൻ സ്ഥിരം കഴിക്കുന്നു. എനിക്ക് കഴിച്ച് ഒരാഴ്ചയോടുള്ളിൽ എൻ്റെ പൂർണ്ണമായിട്ടും വായപ്പുണ്ണ് മാറി. അതിനുശേഷം എനിക്ക് വന്നിട്ടില്ല. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഇവിടെ ലീവാണ്. ഈ ഗൾഫ് രാഷ്ട്രങ്ങളെല്ലാം വെള്ളിയാഴ്ച ലീവാണല്ലോ. അപ്പോൾ അന്നത്തെ ദിവസം ഉച്ചവരെ ഞാൻ ഉപവാസം എടുക്കും. യൂറിൻ മാത്രം കഴിക്കും, അല്ലെങ്കിൽ വെള്ളം കുറച്ച് കുടിക്കും. ഉച്ചയ്ക്ക് ശേഷം ഭക്ഷണം കഴിക്കുള്ളൂ. അപ്പോൾ പൂർണ്ണമായിട്ട് എനിക്കത് അസുഖം മാറി. ഇതിന് ശേഷം ഇപ്പോൾ ഇതുവരെ വന്നിട്ടില്ല. അതുപോലെ എൻ്റെ വൈഫിനാണെങ്കിൽ ഈ നെഞ്ചരിച്ചിൽ ഉണ്ടായിരുന്നു. അതുപോലെ തൈറോയിഡ്. യൂറിൻ കഴിച്ചതിന് തുടങ്ങിയതിന് ശേഷം അവരുടെ നെഞ്ചരിച്ചിൽ പൂർണ്ണമായിട്ട് മാറി. തൈറോയിഡിനും മാറ്റമുണ്ട്. അതുപോലെ വെരിക്കോസിൻ്റെ അസുഖമുണ്ട്. വെരിക്കോസിലാകുമ്പോൾ കാലിങ്ങനെയൊക്കെ കടച്ചിൽ ഇതെല്ലാം വരുമ്പോൾ പഴകിയ മൂത്രം ഞങ്ങളോട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ മൂത്രം എടുത്തിട്ട് പഞ്ഞിയിലിട്ടിട്ട് നന്നായി മാലിശ് ചെയ്യും. എന്നിട്ട് തുണി കൊണ്ട് കെട്ടി വെച്ച് കഴിഞ്ഞാൽ അതിന് കുറച്ച് ശമനമുണ്ട്. അസുഖം വൈഫിൻ്റെ പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല, പക്ഷെ കൺട്രോളിലാണ്. എനിക്കാണെങ്കിൽ ഈ ട്രൈഗ്ലിസറൈഡ്, കൊളസ്ട്രോൾ കുറച്ച് കൂടുതലുണ്ടായിരുന്നു. മറ്റുള്ളതൊക്കെ നോർമലായിരുന്നു. അപ്പോൾ അത് ഈ യൂറിൻ തെറാപ്പി നമ്മൾ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം എനിക്കത് വളരെയധികം മാറ്റമുണ്ട്. 500 വരെ എനിക്ക് വന്നിരുന്നതാണ്. ഇപ്പോൾ എനിക്കത് നോർമലിൽ 180-ലെല്ലാം വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതും പൂർണ്ണമായിട്ട് മാറിയെന്ന് തന്നെ പറയാം. ഞാൻ വെജിറ്റേറിയനാണ് ഭക്ഷണമൊക്കെ കഴിക്കുന്നത്. നോൺ വെജ് 20 വർഷം മുന്നേ കഴിച്ചു തുടങ്ങി. അതിന് ശേഷം ഞാൻ നിർത്തി കംപ്ലീറ്റ് ആയിട്ട്. പിന്നെ കഴിഞ്ഞ വർഷത്തിൽ നമ്മുടെ തൃശ്ശൂർ വിവാദ സ്കൂളിൽ വെച്ചിട്ടുണ്ടായിരുന്ന യൂറിൻ തെറാപ്പിയുടെ സംസ്ഥാന സമ്മേളനത്തിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. നാട്ടിൽ വന്ന ആ സമയത്ത് ലീവിന് വന്ന സമയമായിരുന്നു. തൃശ്ശൂർ ജില്ലയിലെ ശ്രീ വിജയൻ കരുമുടി യൂറിൻ ഉപയോഗിച്ച് തനിക്ക് ലഭിച്ച സ്വന്തം അനുഭവമാണിവിടെ വിവരിച്ചത്. ഒരാൾക്ക് ഒരു അനുഭവം ഉണ്ടാകുകയും അത് അയാൾ പറയുകയും ചെയ്താൽ അത് അയാൾക്ക് അയാളുടെ വ്യക്തി ജീവിതത്തിൽ ഉണ്ടായ അനുഭവത്തിൻ്റെ ഒരു അനക്ഡോട്ടൽ എവിഡൻസ് മാത്രമാണെന്ന് ശാസ്ത്രവാദികൾ പറയും. എങ്കിലും ഇത് അനുഭവത്തിനെ സംബന്ധിച്ച് വളരെ പ്രധാനമാണ്. മറ്റുള്ളവർക്ക് യൂറിൻ പ്രയോഗിച്ച് ഇതേ രോഗത്തിന് സമാനമായ അനുഭവം ഉണ്ടാകുന്നുണ്ടോ എന്ന് പരീക്ഷിക്കാവുന്നതാണ്. ഇതേ അനുഭവം ആവർത്തിച്ച് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ ചികിത്സ ശാസ്ത്രീയമാകാനുള്ള സാധ്യതയുടെ തെളിവാണത്. ശാസ്ത്രീയത തെളിഞ്ഞാലുമില്ലെങ്കിലും വ്യക്തിയുടെ അനുഭവം അയാളെ സംബന്ധിച്ച് വളരെ സുപ്രധാനമാണ്. കാരണം ഈ പരീക്ഷണത്തിന് പണച്ചെലവില്ല, ദോഷകരമായ സൈഡ് ഇഫക്ട്സും ഇല്ല. അതിനാൽ നിർഭയം ആർക്കും ഈ പരീക്ഷണം നടത്താവുന്നതാണ്. സ്വാനുഭവം തുറന്നു പറയാൻ തയ്യാറായ ശ്രീ വിജയൻ കരുമുടിക്ക് അഭിനന്ദനങ്ങൾ, കൃതജ്ഞത.